കറുത്ത ദിനങ്ങളുടെ ഭീതിജനകമായ ഓർമ്മകളിലാണ് കൊടിയ പീഡനങ്ങളുടെ മുറിപ്പാടുകളുമായി കഴിയുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനികൾ. ഇന്ദിരയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തവരെല്ലാം തുറങ്കലിലായപ്പോൾ ക്രൂരമർദ്ദനങ്ങളെ മനക്കരുത്തുകൊണ്ട് നേരിടുകയായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സമരയുവത്വം. പോരാട്ടകാലത്തെ ഓർത്തെടുക്കുകയാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനിയും അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജനറൽ സെക്രട്ടറിയുമായ ആർ മോഹനൻ. മോനേട്ട, വലിയ ഒരു പ്രക്ഷോഭങ്ങളാണ് ആ കാലത്ത് നടന്നിട്ടുള്ളത്. അങ്ങയുടെ നേതൃത്വത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ രാജ്യത്ത് നടന്നു. അതിൽ സംസ്ഥാനവും പങ്കാളികളായി. കൃത്യമായി തന്നെ എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഓരോ സ്ഥലത്തും അങ്ങ് സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളെല്ലാം ഉണ്ട്. എങ്ങനെ ആണ് അങ്ങ് കാണുന്നത്? ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോകും. 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു. എല്ലാ പൗരാവകാശങ്ങളും നിഷേധിച്ചു. പത്രമാരണ നിയമം എന്ന് പറഞ്ഞൊരു നിയമം നടപ്പിലാക്കി. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ അവർ നിഷേധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ നേരം പുലരുന്നതിന് മുമ്പ് 26-ാം തീയതി നേരം പുലരുന്നതിന് മുമ്പ് കൽത്തുറുങ്കിലടച്ചു. ഈ ഇന്ദിരാഗാന്ധി സൃഷ്ടിച്ച ഈ മിസ എന്ന കരിനിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഒരു കോടതിയിലും ഹാജരാക്കാതെ വർഷങ്ങളോളം ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു നിയമമാണ് അവർ സൃഷ്ടിച്ചത്. ഇതിനെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാവരും അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞാൽ ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ദേശീയ നേതാക്കളും കൽത്തുറുങ്കിലടച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് രാജ്യത്തെ ജനങ്ങളെയൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവം വന്ന സമയത്ത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇതിനെതിരായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് RSSും ഇന്നത്തെ BJPയുടെ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘവും കൂടെ ചേർന്ന് മൊത്തത്തിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭണ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരിച്ചു. അതാണ് ലോക സംഘർഷ സമിതി. RSS ആണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഇത്തരമൊരു അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ ജയപ്രകാശ് നാരായണനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് എങ്കിൽ കൂടി അങ്ങനെ ആ സമിതി രാജ്യവ്യാപകമായി, അതായത് 75 ജൂൺ മാസം 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ 75-ൽ തന്നെ നവംബർ മാസം 14-ാം തീയതി മുതൽ 76 ജനുവരി മാസം 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. ആ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമായി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊക്കെ വളരെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും രാജ്യത്തെ ഒരു പൊതുമുതലിനും നശിപ്പിക്കാൻ പാടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ക്രൂരമായ മർദ്ദനങ്ങളുണ്ടായാൽ അതൊക്കെ സഹിക്കണം, നമ്മൾ തിരിച്ച് പ്രതികരിക്കരുത് എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായി. അതാണ് ഗാന്ധിയൻ രീതി എന്ന് പറഞ്ഞാൽ തന്നെ ഗാന്ധിയുടെ രീതി അനുസരിച്ച് ഒരു കരണത്ത് അടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരമാണ് ഇതിനുവേണ്ടി സംഘടിപ്പിച്ചത്. അത് വളരെ വിജയകരമായി രാജ്യത്ത് ആകമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ലോക സംഘർഷ സമിതിക്ക് സാധിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച RSSനും അത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. മോനേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമരരംഗത്തേക്ക് ഇറങ്ങി. ക്രൂരമായ മർദ്ദനങ്ങൾ എല്ലാമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എങ്ങനെയായിരുന്നു അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ടീം ലീഡർ എന്ന നിലയ്ക്ക് അങ്ങേക്ക് തന്നെ CIയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റു, മറ്റുള്ള ആളുകളെ പോലീസുകാർ വളഞ്ഞിട്ടു. എങ്ങനെയായിരുന്നു, എത്രമാത്രം ക്രൂരമായിരുന്നു അവരുടെ? പ്രധാനമായും ആ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഞങ്ങൾക്കൊക്കെ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. അതുമാത്രമല്ല, ജയിലിൽ നിന്ന് നിങ്ങൾ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതോടൊപ്പം തന്നെ പലരുടെയും നിലവിൽ ജോലിക്ക് പോകുന്നവരെ വിദ്യാഭ്യാസം, അതായത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം അതൊക്കെ നഷ്ടപ്പെടും. തിരിച്ചു വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചു വരും എന്നുള്ളതിന് ഉറപ്പില്ല, തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഉറപ്പില്ല. ആ തരത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരസേനാനികളായി സമരം ചെയ്യാൻ തയ്യാറെടുത്ത യുവാക്കന്മാർക്കുണ്ടായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ,
അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പിന്നെ മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ എന്ന് വേണ്ട എല്ലാ വിഭാഗം, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിനെതിരായി തയ്യാറായി. അന്ന് ഞങ്ങളുടെയൊക്കെ പ്രായം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായം അന്ന് 22ആണ്. ഞങ്ങളുടെയൊക്കെ പ്രായം, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അയാൾക്ക് ആകെപ്പാടെ 17 വയസ്സേ ആയിട്ടുള്ളൂ. ആ 17 വയസ്സുകാരനുൾപ്പെടെ ഏതാണ്ട് 40-45 വരെയുള്ള സമരസേനാനികൾ ഇതിനകത്തുണ്ടായിരുന്നു. രാജ്യവ്യാപകമായ ഈ സമരത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ 1,70,75,000 പേര്, കേരളത്തിലല്ല നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 1,70,75,000 പേര് അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ മർദ്ദനങ്ങളേറ്റ് ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 7,455 പേര് സത്യാഗ്രഹ സമരം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ കുറേ പേര് ജയിലിൽ അടയ്ക്കപ്പെടാതെ പുറത്തു വന്നു. അതിൻ്റെ പ്രധാന കാരണം 2 മാസക്കാലത്തേക്കാണ് ഈ സത്യാഗ്രഹ സമരം തീരുമാനിച്ചതെങ്കിൽ ഏറെക്കുറെ 1 മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സബ് ജയിലുകളും സെൻട്രൽ ജയിലുകളും ഒക്കെ ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞു. വളരെ മൃഗീയമായ 18 തരത്തിലുള്ള 3ാം മുറകളാണ് ഈ സമരസേനാനികളോട് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചത്. ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ജൂലൈ മാസം 4-ാം തീയതി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിച്ചു. ആ നിരോധിച്ച സമയത്ത് അന്നത്തെ സർസംഘചാലക്കായിരുന്ന പൂജനീയ ബാലാസാഹേബ് ദേവറസ് അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘടന പിരിച്ചുവിട്ടു. രണ്ടാമത്, 2ാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഈ 2 ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. അദ്ദേഹവും ജയിലിലായിരുന്നു 21 മാസക്കാലം. ഈ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പങ്കാളിത്തം എത്രമാത്രം അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടക്കുന്ന സമയത്ത് നമുക്കറിയാം. കോൺഗ്രസ്സുകാർ എന്താണ് നിലപാട് എന്നത് വ്യക്തമാണ്. പക്ഷേ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ ഒരു അവകാശങ്ങൾ, പൗരാവകാശങ്ങളെല്ലാം ധ്വംസിക്കുന്ന ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സ്വീകരിച്ചത്? അവരുടെ ഒരു നിലപാട് എന്നെങ്ങനെയായിരുന്നു? മാർക്സിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു. പക്ഷേ നമ്മുടെ സംഘത്തിൻ്റെ അന്നത്തെ പ്രാന്തപ്രചാരക് സ്വർഗീയനായിട്ടുള്ള ഭാസ്കറാവു അദ്ദേഹം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടതാണെന്നുള്ള നിലയ്ക്ക് ഒരു ശ്രമം നടത്താൻ വേണ്ടി പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ ഈ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പ്രൊഫസർ MB മന്മഥനായിരുന്നു. സെക്രട്ടറി ശ്രീ K രാമൻപിള്ളയായിരുന്നു. അപ്പോൾ K രാമൻപിള്ളയോട് ഭാസ്കറാവു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, IMSനെ പോയി കണ്ട് അവരിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം, കേരളത്തിൽ നമ്മുടെ ആളുകൾ സമരം ചെയ്യാൻ തയ്യാറാണ്, ഈ കാര്യം അവരെ ധരിപ്പിക്കാൻ പറഞ്ഞു. IMSനോട് നേരിട്ട്, അന്ന് അദ്ദേഹമാണ് പാർട്ടിയുടെ സെക്രട്ടറി, അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ സമരത്തിലില്ല, ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ പോലീസിൻ്റെ അടിമേടിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. മറിച്ച് അന്നത്തെ ഗവൺമെൻറ് ബോണസ് 4% നിജപ്പെടുത്തിയിരുന്നു, വെട്ടി ചുരുക്കിയിരുന്നു. അതിനേക്കാൾ കൂടുതൽ ആരും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് സമരം ചെയ്യാൻ ആണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് അന്ന് പാർട്ടി പറഞ്ഞത്. 40 വർഷം പിന്നിട്ടപ്പോൾ, അടിയന്തരാവസ്ഥയുടെ 40 വർഷം പിന്നിട്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും 60-65 വയസ്സായപ്പോഴാണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഞങ്ങളിങ്ങനൊരു അസോസിയേഷന് തന്നെ, ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയത് 2015-ലാണ്. അപ്പോൾ ആ സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞങ്ങൾ സ്വയം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തില്ല എന്നുള്ളതിനെ ആലോചിക്കാതെ തന്നെ ഞങ്ങൾ കുറേ ആളുകളെ, RSSൻ്റെ ഒരു സേവാ ട്രസ്റ്റ് കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ അസോസിയേഷൻ നേരിട്ട് പലരെയും ബന്ധപ്പെട്ട് ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വ്യക്തികളും ഒക്കെ കൂടെ ചേർന്ന് ഇപ്പോൾ ഈ അവസാനത്തെ മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏതാണ്ട് 450ഓളം പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന കൊടിയ യാതനകൾ തന്നെയാണ് R മോഹനൻ അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്നുകൂടിയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം നൽകിയ, അതിൽ പങ്കാളികളായ സമരസേനാനികൾ പലരും ഇന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ശുശോഭ് KS-നൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.